അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു A4 പേപ്പർ, അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലത്തുള്ള ഈ കാണുന്ന ചാർട്ട് പേപ്പർ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നോട്ട്ബുക്കിൻ്റെ പേപ്പർ വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്ത പേപ്പർ ഏതാണോ ആ ഒരു പേപ്പർ കുറുകയായിട്ടൊന്ന് മുറിക്കാം. അത് കത്രിക ഉപയോഗിച്ച് മുറിക്കുക, അല്ലെങ്കിൽ സ്കെയിൽ നന്നായിട്ട് പേപ്പർ മടക്കിയിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്കത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പണി പേപ്പർ എടുക്കാം, മുറിച്ചെടുക്കാം. അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പേപ്പറിൻ്റെ അറ്റത്ത് നിന്ന് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയൊന്ന് നമ്മളെന്താ മടക്കാറില്ലേ, നമ്മൾ മടക്കുക. ഫസ്റ്റ് ഒരു മടക്കുക, പിന്നെ അതേ അളവിൽ തന്നെ ദെൻ മറുവശത്തേക്ക് മടക്കി ഇങ്ങനെ പോവുക. റിപ്പീറ്റായിട്ട് അത് തുറന്നുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്, അതേ കണക്ക് മടക്കിയെടുക്കാം. മടക്കി എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പതി അതൊന്ന് നിവർത്തിയെടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന കണക്കെ ആ ഒരു നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ഒരു അടയാളം വരും. അപ്പോൾ ആ ഒരു അടയാളത്തിലൂടെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുക എന്നൊരു പണിയാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ എടുക്കാം, മടക്കാം. ഒന്നിടവിട്ട് മടക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബുക്കിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഒരു ബുക്ക് പേജ് ഷേപ്പിൽ, ബുക്കിൻ്റെ ചട്ടയൊക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് പേപ്പർ അങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം അതിൽ നിന്ന് 4 പീസാണ് എനിക്ക് ലഭിച്ചത്. അത് തികയാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പണിയെന്ന് പറയുന്നത്, ആദ്യം അതേ ഒരു അളവിൽ ഞാൻ വേറെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ മടക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷീറ്റ് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വട്ടത്തിനനുസരിച്ച്, നിങ്ങൾ ചെറിയ ബഡ്ജാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പേപ്പറിൻ്റെ അളവ് കുറവെടുത്താൽ മതിയാകും. എങ്കിൽ വലിയ ബഡ്ജാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റിൻ്റെ എണ്ണം അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പറിൻ്റെ എണ്ണം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പേഴ്സൊക്കെ നേരത്തെ കാണിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ബുക്കിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കുറേ പേപ്പേഴ്സ് കിട്ടും. നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്ന ഒരു പേന എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഷീറ്റൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ മടങ്ങുന്ന ആ ഒരു സൈസ് എടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുത്ത ആ ഒരു പേപ്പറില്ലേ, ആ ഒരു പേപ്പറിൻ്റെ എൻ സൈസിൽ നിന്ന് നിങ്ങൾ മുറിച്ചെടുക്കുക. അതായത് മാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ മുറിച്ചെടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന ബാഡ്ജിനൊരു നല്ല പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയ എല്ലാം പേപ്പർ ഇതേപോലെ നമ്മൾ വീഡിയോ കാണിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവസാനം ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത്, ആ ഒരു നമ്മൾ മുറിച്ചെടുത്ത് അതെടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ഞാനിപ്പോൾ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ഒട്ടുന്ന പേപ്പറൊക്കെ ഒട്ടുന്ന പശ എടുക്കാവുന്നതാണ്. നമ്മൾ ഫെവിക്കോൾ ആകുമ്പോൾ കൈ ഉപയോഗിച്ച് തൊടുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു പേപ്പർ എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് റൗണ്ട് സർക്കിൾ ആകൃതിയിൽ നമ്മൾ ഈ ഒരു പൂവ് കണക്ക് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ലാസ്റ്റത്തെ പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. അവസാനം നിങ്ങൾക്ക് അത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരു റൗണ്ട് ആകൃതിയിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നല്ല ഭംഗിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രസം ഉണ്ടാകും കാണാൻ എന്തായാലും. അപ്പോൾ ലാസ്റ്റത്തെ പീസ് നമ്മൾ 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇതിന് നടുവിലായിട്ട് ഒരു ചക്രം, അതായത് അശോക ചക്രം വെക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു പേപ്പർ ഷീറ്റ് എടുത്തതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ആകൃതിയിൽ വട്ടം വരയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കോമ്പസ് എടുത്തിട്ട് ഈ ഒരു റൗണ്ട് ആകൃതിയിൽ വട്ടം വരച്ചതിന് ശേഷം അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആകൃതിയിൽ നമ്മൾ ഉണ്ടാക്കിയ ബാഡ്ജിൻ്റെ അനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ മുറിച്ചെടുത്ത സർക്കിളിന് അശോക ചക്രം അല്ലേ അത്. അപ്പോൾ അതിൽ 24 അരക്കാലുകൾ ഉണ്ടാവും. അത് നമ്മളിവിടെ വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു കട്ടിയില്ലാതെ ഒരു കട്ടിയുള്ള നീല എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തത് വയലറ്റാണ്, വയലറ്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി ലഭിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യുക, അശോക ചക്രത്തിൻ്റെ ആ ഒരു 24 കാല് നിങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കുക. കാലെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ കണക്ക് നമ്മളിതൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മൾ അടിപൊളിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പൂവ് കണക്ക് അതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച അശോക ചക്രത്തിൻ്റെ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്കെച്ച് ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ സ്കെച്ച് പടരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യുക. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ആക്കി വെച്ച ആ ഒരു ബാഡ്ജ് ഒന്ന് കളർ ചെയ്ത് നല്ല കിട്ടുക്കാച്ചി കുട്ടപ്പനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദേശീയ പതാകയുടെ നിറങ്ങൾ അതിലൊന്ന് കളർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസ് ഉപയോഗിക്കാം, വാട്ടർ കളേഴ്സ് ഉപയോഗിക്കാം, പിന്നെ ഫാബ്രിക് പെയിൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ ദേശീയ പതാകയിലെ ആദ്യത്തെ നിറമായ ഓറഞ്ച് നിറം, അതായത് കുങ്കുമ നിറമാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ബാഡ്ജൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കളറാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാനുള്ള ബാഡ്ജിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പർ ഷീറ്റ് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 പീസാണ് നമുക്ക് ബാഡ്ജിൻ്റെ അടിയിൽ നമ്മൾ വെക്കാറുള്ളത്. അതിനായിട്ട് ഞാനൊരു പേപ്പർ ഷീറ്റ് ഈ ഒരു ആകൃതിയിൽ എടുത്തതിന് ശേഷം അതൊന്ന് മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ മടക്കുക. അപ്പോൾ 2 പീസ് നമുക്ക് കിട്ടും. അത് നമ്മൾ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുക്കുക 2 പീസ് നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. മുറിച്ചെടുത്തിട്ട് അത് രണ്ടും കൂട്ടി വെക്കാം. അപ്പോൾ അത് രണ്ടും യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ആ ഒരു അളവിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാവുന്നതാണ്.
എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ പിന്നെ രണ്ട് ഭാഗത്ത് നിന്നും, അതായത് നമ്മൾ ആ ഒരു A4 പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും മുകളിലേക്ക് ഒരു ത്രികോണം, അതായത് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുറിച്ചെടുക്കുമ്പോൾ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇവിടെ ദൃശ്യമെന്ന് കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബാഡ്ജിൽ പോയിട്ട് സെറ്റ് ചെയ്യാം.